ഈ പരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും നമ്മുടെ CIC-യുടെ പ്രസിഡന്റുമായിട്ടുള്ള സയ്യിദുൽ ഉമ്മ സാദിഖ് അലി തങ്ങളോട് ഞാൻ സമ്മതം ചോദിച്ചു. റിക്കോട്ട് വൈക്കോളി എന്ന് പറഞ്ഞു. എക്സാം ബോർഡ് കൺട്രോളറാകാൻ പറഞ്ഞപ്പോഴും ഞാൻ തങ്ങളോട് സമ്മതം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ പ്രശ്നമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, പ്രസിഡന്റ് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ മതിയോ. അങ്ങനെ സയ്യിദുൽ ഉമ്മയുടെ പെർമിഷനോട് കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം വാഫികൾ സംഘടിപ്പിച്ച ഷേഖുൽ ജാമിയയുടെ ഒരു അനുസ്മരണത്തിൽ മലപ്പുറം ജില്ലാ മുശാവറ അംഗമായ ഹംസ ഹൈത്തമി ഉസ്താദ് പങ്കെടുക്കുകയും അവിടെ തികച്ചും സമസ്തക്കെതിരെ, സമസ്ത ഈ അവസാന കാലത്ത് എടുത്ത തീരുമാനത്തിനെതിരെ, ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ഈ അവസാന അദ്ദേഹത്തിൻ്റെ സായാഹ്ന സന്ധ്യയിൽ എടുത്ത തീരുമാനത്തിനെതിരെ ശക്തിയുക്തം അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. പരിഹസിച്ചുകൊണ്ടും ആ തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ടും പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗശകലങ്ങൾ ഇന്ന് വാഫികൾ വല്ലാതെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ നിജസ്ഥിതി നമ്മൾ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ട ഒരു അനിവാര്യത വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ഖേദിക്കുന്നു. എന്തായാലും അദ്ദേഹം ഇതിൽ പറയുന്നത്, ഞാൻ ഈ പരിപാടിക്ക് പോകുന്നത് സയ്യിദുൽ ഉമ്മ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അനുമതിയോടുകൂടെയാണ് എന്ന്. ബഹുമാനപ്പെട്ട സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമായ പട്ടിക്കാട് ജാമിയ നൂരിയയിലെ മുദരിസ്, സമസ്തയുടെ മലപ്പുറം ജില്ലാ മുശാവറ അംഗമായ ഇദ്ദേഹം സമസ്ത വിലക്കിയ ഒരു പരിപാടിയിലേക്ക്, അല്ലെങ്കിൽ സമസ്ത മാറ്റി നിർത്തിയ ഒരു സംഘത്തിൻ്റെ പരിപാടിയിലേക്ക് പങ്കെടുക്കുന്നത് ആരുടെ സമ്മതപ്രകാരമായിരിക്കണം? ശരിക്കും ആരുടെ അനുമതി പ്രകാരമായിരിക്കണം? ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ജനങ്ങൾ വിലയിരുത്തണം. അത് സമസ്തയുടെ മുശാവറ മെമ്പർ പോലും അല്ലാത്ത സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമ്മതത്തോടു കൂടെയാണ് എന്ന് പറയുമ്പോൾ അവിടെ സമസ്തനെ പുച്ഛിക്കുകയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമ്മൾ കേട്ടോക്കാം. ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ നമ്മൾ അനുസ്മരിക്കുന്നു എന്നതിൽ ചിലർക്ക് ചില അസ്വസ്ഥതകളോ ചില വിയോജിപ്പുകളോ ഒക്കെ പ്രകടിപ്പിക്കപ്പെട്ടതായിട്ട് കണ്ടു. തീർച്ചയായിട്ടും ആലിക്കുട്ടി ഉസ്താദിനെ വാഫികൾ അല്ലെങ്കിൽ CIC-ക്കാർ അനുസ്മരിക്കുന്നു എന്നതിൽ യഥാർത്ഥ സമസ്തക്കാർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകും. സ്വാഭാവികമാണ്. കാരണം ആലിക്കുട്ടി ഉസ്താദിൻ്റെ ജീവിതകാലത്ത് ആലിക്കുട്ടി ഉസ്താദിൻ്റെ വഴി തടഞ്ഞും ആലിക്കുട്ടി ഉസ്താദിൻ്റെ അവസാനത്തെ തീരുമാനങ്ങളെ പുച്ഛിച്ചും അത് പുറങ്കാല് കൊണ്ട് വലിച്ചെറിഞ്ഞും ഒക്കെ ആലിക്കുട്ടി ഉസ്താദിനെ വളരെയധികം നിന്ദിച്ച ഒരു വിഭാഗം ആലിക്കുട്ടി ഉസ്താദിനെ അനുസ്മരിക്കുന്നത് കുറുക്കൻ കോഴിയെ അനുസ്മരിക്കുന്നതിന് സമാനമാണ്. പരമാവധി കോഴിയെ ഉപദ്രവിക്കാൻ വേണ്ടി കുറുക്കൻ നടന്നു. എന്നിട്ട് ആ കോഴി ചത്തപ്പോൾ ആ കോഴിയെ